തിരുവനന്തപുരത്ത് നിന്നാണ് വാർത്ത വരുന്നത്. അവിടെ മംഗലപുരം കൈലാത്തുകുണത്ത് ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണം. പ്രദേശത്ത് സ്ഥാപിച്ച CCTV അടിച്ചു തകർത്തു. ലഹരിയുടെ ഉപയോഗവും വിപണനവും പ്രദേശത്ത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ലഹരി വിരുദ്ധ ഫ്ലെക്സ് ബോർഡുകൾ അടക്കം സ്ഥാപിച്ചിട്ടുണ്ട്. അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങളുമായി ചേർന്നത്. അഞ്ജു, ഗുഡ് മോർണിംഗ്. ഇതെന്താണ് സംഭവം? സേതു, കഴിഞ്ഞ ദിവസമാണ് ഈ ലഹരി മാഫിയ സംഘത്തിൻ്റെ ഈ വലിയ തരത്തിലുള്ള ശല്യവും ആക്രമണവും കാരണം പല വീടുകളിലും CCTV സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അതിലൊരു വീട്ടിലെ CCTV ആണ് ഇപ്പോൾ അടിച്ചു തകർത്തിരിക്കുന്നത്. പ്രദേശത്ത് വലിയ തരത്തിൽ ലഹരി മാഫിയ സംഘങ്ങളുടെ ഉപദ്രവവും വിപണനവും ഉൾപ്പെടെ നാട്ടുകാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പലതവണ പോലീസിനെയും എക്സൈസിനെയും ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവർ പ്രദേശത്ത് പരിശോധന ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കാര്യമായിട്ട് ഈ സംഘങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയോ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ടായില്ല. തുടർന്നാണ് നമുക്ക് CCTV സ്ഥാപിക്കാം എന്ന ഒരു നാട്ടുകാർ തീരുമാനമെടുക്കുകയും ഒപ്പം ആ നാട്ടിൻ പുറകളിലെ വഴികളിലൊക്കെ ലഹരി മാഫിയ സംഘങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ കൈകാര്യം ചെയ്യുമെന്നടക്കമുള്ള ചില ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഉൾപ്പെടെ ഈ സംഘത്തിന് പ്രകോപനമുണ്ടാക്കി എന്നുൾപ്പെടെയാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെയാണ് ആ പരിസരത്തുള്ള വീടുകളിൽ സ്ഥാപിച്ചുള്ള CCTV അത് അടിച്ചു തകർത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്. സേതു, ശരി അഞ്ജു, വ്യക്തമാണ്. തിരുവനന്തപുരം കൈലാത്തുകുണം, അവിടെയാണ് ലഹരി സംഘത്തിന്റെ അതിക്രമം. വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ അഞ്ജു ജയപ്രകാശ് തിരുവനന്തപുരത്ത്.